നമസ്കാരം, ഞാൻ സിജു രാജൻ. ബിസിനസ്സുകൾക്ക് ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു താഴ്ചയുണ്ടാവും. അത്തരത്തിൽ ഒരു കാലത്ത് ലോകപ്രശസ്തമായിട്ടുള്ളൊരു കമ്പനി ഇന്ന് വളരെ വലിയ രീതിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും നെറ്റ്ഫ്ലിക്സിൻ്റെ പതനം. നെറ്റ്ഫ്ലിക്സിൻ്റെ വലിയ രീതിയിൽ അവരുടെ ഷെയർസിൻ്റെ വാല്യൂ ഇടിയുന്നു, സബ്സ്ക്രൈബേഴ്സ് വലിയ രീതിയിൽ കുറയുന്നു. ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണാം. നമ്മളിന്ന് ഇതിനുള്ള കാരണം എന്താണ് നെറ്റ്ഫ്ലിക്സിന് പറ്റിക്കൊണ്ടിരിക്കുന്നത്, ഒപ്പം തന്നെ നെറ്റ്ഫ്ലിക്സ് എങ്ങനെയാണ് ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള കമ്പനിയായിട്ട് മാറിയത്, ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം എങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറിയത് നമുക്ക് നോക്കാം. കാരണം ചരിത്രം പഠിക്കുന്നത്, ഇത്തരം കമ്പനികൾ നേരിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് അറിയുന്നത് നമ്മുടെ ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ മെനയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണല്ലോ. നമുക്ക് എങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ന് കാണുന്നത് പോലുള്ള നെറ്റ്ഫ്ലിക്സ് ആയതെന്നുള്ളത് നോക്കാം. ഒരു കാലത്ത് എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ആളുകൾ കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ ഓഫ്ലൈൻ റെൻ്റൽ സർവീസുകളെയാണ്. അതായത് ഈ VHS ടേപ്പുകളുടെയും CDസിൻ്റെയും എല്ലാം റെൻ്റൽ സർവീസുകൾ. അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത്. ആ സമയത്തായിരുന്നു നെറ്റ്ഫ്ലിക്സ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ബ്ലോക്ക് ബസ്റ്ററിനെയും നെറ്റ്ഫ്ലിക്സിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം, ആൾക്കാർക്ക് ഈസി ആയിട്ട് മൂവീസ് സെർച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ. ഓഫ്ലൈൻ സ്റ്റോഴ്സാണ്, റാക്സിലാണ് കാര്യങ്ങൾ, ഈ CDs മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. സോ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഈ നെറ്റ്ഫ്ലിക്സിലുണ്ടായിരുന്നു. കാരണം അവർ കൃത്യമായിട്ട് ഓരോ സെഗ്മെൻറ്റ് വൈസ് അടുക്കി വയ്ക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാനായിട്ട്, അതായത് വളരെ ചുരുങ്ങിയ സമയത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൂവി ഐഡൻറ്റിഫൈ ചെയ്യാനും പിക്ക് ചെയ്യാനുമായിട്ടുള്ള ഒരു സൗകര്യം അവരുടെ സ്റ്റോറിലുണ്ടായിരുന്നു. ബ്ലോക്ക് ബസ്റ്ററിൽ അതുണ്ടായിരുന്നില്ല. അത് അവരുടെ പ്രധാനപ്പെട്ട USP ഒന്നായിരുന്നു. മറ്റൊന്ന്, ബ്ലോക്ക് ബസ്റ്റർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് VHS ടേപ്പുകളായിരുന്നുവെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ചിന്തിച്ച് CDസും DVDസും അവർ ഇറക്കാനായിട്ട് തുടങ്ങി. അത് അവരുടെ രണ്ടാമത്തെ ഒരു USP ആയിരുന്നു. മറ്റൊന്ന്, അവരുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപാരമായിരുന്നു. കാരണം നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് നേരത്തിനുള്ളിൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കസ്റ്റമറിൻ്റെ കയ്യിൽ CD എത്തിക്കുന്ന ഒരു സംവിധാനം അവർക്കുണ്ടായിരുന്നു. അത് അവർ US പോസ്റ്റൽ സർവീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സംവിധാനം അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്ററിന് വലിയ രീതിയിൽ വളരാനായിട്ട് കഴിഞ്ഞില്ല. ആൾക്കാർ കൂടുതലായിട്ട് നെറ്റ്ഫ്ലിക്സിനെ ആശ്രയിച്ച് തുടങ്ങി. അങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സ് ശരിക്കും നമ്മുടെ ലോകത്ത് ഒരു ഭീമനായിട്ട് വളരുന്നതിൻ്റെ ആദ്യ പടി എടുത്തു വെച്ചത്. ഈ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ പതനത്തിന് ഇടയാക്കിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ, നെറ്റ്ഫ്ലിക്സ് ടെക്നോളജി അപ്ഗ്രഡേഷന് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ബ്ലോക്ക് ബസ്റ്റർ അത് ചെയ്തില്ല. അതാണ് ബ്ലോക്ക് ബസ്റ്ററിൻ്റെ പതനത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. കാരണം ഇവർ പല ഓർഗനൈസേഷൻസും പല IT കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ IT ഇൻഫ്രാസ്ട്രക്ചർ വളരെ സ്ട്രോങ് ആക്കാനായിട്ട് നോക്കി. ഇപ്പോൾ ആമസോൺ ആയിട്ടും മൈക്രോസോഫ്റ്റ് ആയിട്ടും ലൈംലൈറ്റ് ആയിട്ടും ലെവൽ 3 ആയിട്ടും ഇത്തരത്തിലുള്ള IT കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റും സർവീസുകളും ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. അതായത് ഒരു അപ്ഗ്രഡേഷൻ, ടെക്നോളജി അപ്ഗ്രഡേഷൻ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തു. ഇതും നെറ്റ്ഫ്ലിക്സിൻ്റെ ഉയർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട റീസണായി. ഒപ്പം തന്നെ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ പതനത്തിൻ്റെയും ആക്കം കൂട്ടുന്ന ഒന്നായി. ഇനി ഇവരാണ് ഡൈനാമിക് സ്ട്രീമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഡിവൈസിൻ്റെ ഇൻ്റർനെറ്റ് ബാൻഡ്വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ആ കുറവിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കറിയാം 360pയിലും ഒപ്പം തന്നെ 720യിലും 1080യിലൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡിനനുസരിച്ചിട്ടാണ്. അതായത് വീഡിയോയുടെ സ്റ്റോപ്പ് ആവത്തില്ല, നമുക്ക് കുറഞ്ഞ ക്വാളിറ്റിയിൽ ആ വീഡിയോ വീക്ഷിക്കാനായിട്ട് കഴിയും. സോ ഇത്തരത്തിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രീമിംഗ് കൊണ്ടുവന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മേന്മ, നെറ്റ്ഫ്ലിക്സ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം കസ്റ്റമേഴ്സിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും മനസ്സിലാക്കിയിട്ട്, ഇപ്പം എനിക്കിഷ്ടപ്പെടുന്ന ഒരു മൂവി കാറ്റഗറി ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഓൺ ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു മൂവി ലിസ്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത്, അല്ലേ? ഇപ്പോൾ യൂട്യൂബിനകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഫേസ്ബുക്കിനകത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ എടുത്ത് നമ്മുടെ ഇഷ്ടവും അനിഷ്ടങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റെക്കമെൻഡേഷൻസ് വരുന്നത്. ഈ സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സ്ഥാപനമായിരുന്നു നെറ്റ്ഫ്ലിക്സ്. അതായത് കസ്റ്റമറിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റയ്ക്ക് അനുസൃതമായിട്ടുള്ള റെക്കമെൻഡേഷൻ നമുക്ക് തരുന്ന ഒരു സിസ്റ്റം. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സജഷൻസ് നമുക്ക് തരാനായിട്ട് തുടങ്ങി, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് ഡെലിവറി ചെയ്യാനായിട്ട് തുടങ്ങി. ഇതെല്ലാം നെറ്റ്ഫ്ലിക്സിൻ്റെ മേന്മകളായിരുന്നു. അവർ 2 വർഷം കൊണ്ട് തന്നെ ഒരു മൂവിക്ക് നമ്മൾ ഇത്ര രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യണം, റെൻറ്റിന് എടുക്കണം എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് സബ്സ്ക്രിപ്ഷൻ മോഡിലേക്ക് മാറി. സോ അത്തരത്തിൽ മന്ത്ലി ഇത്ര രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള റെൻറ്റൽസ് നിങ്ങൾക്ക് പോസിബിൾ ആയിരിക്കും. അത്തരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇപ്പോൾ ആമസോൺ പ്രൈമിലാണെന്നുണ്ടെങ്കിലും ഹോട്ട്സ്റ്റാറിലാണെന്നുണ്ടെങ്കിലും ഈ നെറ്റ്ഫ്ലിക്സിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കൊടുത്തിട്ടാണല്ലോ നമ്മൾ മൂവീസ് കാണുന്നത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവി പർച്ചേസ് കാണണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇതായിരുന്നു നെറ്റ്ഫ്ലിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പതിയെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അവർ ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് എൻ്റർ ചെയ്തു.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡാറ്റ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു അവരൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇത്തരത്തിലുള്ള ഒരു വലിയ കമ്പനിക്ക്, വലിയ അടിത്തറയുള്ള ഒരു കമ്പനിക്ക് എന്താണ് ശരിക്കും പറ്റിയത്? നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു തകർച്ചയിലേക്ക് അവർ മൂവ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? നമുക്കറിയാം IT ഭീമന്മാരായിട്ടുള്ള അപ്പോൾ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും ആമസോൺ ആണെങ്കിലും വാൾമാർട്ട് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡാറ്റ അനാലിസിസ് വളരെ സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ബേസ് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മറ്റൊരു ഗൂഗിൾ ആവാനോ മറ്റൊരു ആമസോൺ ആവാനോ മറ്റൊരു വാൾമാർട്ട് ആവാനോ മറ്റൊരു കമ്പനിക്ക് ഈസി ആയിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. അത്തരത്തിൽ കഴിയണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഇപ്പോൾ വലിയൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഈ ആമസോണിനും വാൾമാർട്ടിനും ഗൂഗിളിനെല്ലാം ഉള്ളത്. പക്ഷേ ഈ നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ്ഫ്ലിക്സ് കൊടുക്കുന്ന അതേ രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട് കോമ്പറ്റീറ്റേഴ്സ് വന്നു. ആരൊക്കെയാണ് വന്നത്? നമുക്കറിയാം, ആമസോൺ പ്രൈം, ഒപ്പം തന്നെ ഡിസ്നിയുടെ ഹോട്ട്സ്റ്റാർ തുടങ്ങിയിട്ടുള്ള മറ്റ് പ്ലാറ്റ്ഫോംസ് ഒരുപക്ഷെ നെറ്റ്ഫ്ലിക്സ് കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിന് കൂടുതൽ കോണ്ടന്റ് അവർക്ക് ഡെലിവർ ചെയ്യാനായിട്ട് കഴിഞ്ഞു, കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ഇതിനാണ് ഇവരുടെ ബിസിനസ് പരാജയത്തിന് ഇടയാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. അതായത് കോമ്പറ്റീഷൻസ്, വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ഇവർ നേരിടേണ്ടതായിട്ട് വന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഇവരുടെ പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത് അത്രത്തോളം കമ്പയറിംഗ് വിത്ത് കോമ്പറ്റീറ്റേഴ്സ് അത്രത്തോളം മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെ ബേസിക് പ്ലാന് 149, ഇപ്പോൾ റീസെൻ്റ് ഇന്ത്യയിൽ കുറച്ച് അവർ റേറ്റ് കുറച്ച് 149, പക്ഷേ നമുക്ക് മൊബൈലിൽ മാത്രമേ കാണാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ടാബിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ 199 നമ്മൾ പ്ലാൻ എടുക്കണം. പക്ഷേ ഈ 199 പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അത് അത്രത്തോളം വേർത്തല്ല. കാരണം ഈ നെറ്റ്ഫ്ലിക്സിനകത്തുള്ള കോണ്ടന്റുകളിൽ വലിയ രീതിയിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ എണ്ണി പറയാവുന്ന 1-2 വെബ് സീരീസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നിനും നിലവാരമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാരുടെ അഭിപ്രായം. ഇപ്പോൾ സ്ക്വിഡ് ഗെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിലും മണി ഹിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള 2-3 വെബ് സീരീസിന് മാത്രമേ കൂടുതൽ പ്രേക്ഷകരുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. റൈറ്റ്. പിന്നെ മറ്റൊരു ആക്ഷേപം ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്, ഒരു വെബ് സീരീസ് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണായിട്ട് ഒരുപക്ഷെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ. ഇപ്പോൾ വാക്കിംഗ് ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോംബിയുടെ വെബ് സീരീസ്, അതിൻ്റെ ഒരു സീസൺ 12-ാമത്തെയോ 13-ാമത്തെ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതുവരെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടില്ല. അപ്പോൾ കുറേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ആൾക്കാർ ഇന്ന് പതിയെ മാറാനായിട്ട് തുടങ്ങി. കാരണം പ്രൈസ് കൂടുതലാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള കോണ്ടന്റ് കിട്ടുന്നില്ല. മാത്രമല്ല ഈ നെറ്റ്ഫ്ലിക്സുകാർ പ്രധാനമായിട്ടും പറയുന്നത് ഇവരുടെ പാസ്വേഡ് ഷെയറിംഗ് ആണ് ഇവരുടെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്നുള്ളതാണ്. കാരണം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ തന്നെ ഒന്നില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ നേരിട്ടുള്ള കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്ന പാസ്വേഡ് യൂസ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സ് കാണുന്നവരായിരിക്കാം. ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതവർ പ്രധാനപ്പെട്ട പരാജയത്തിൻ്റെ റീസൺസിൽ ഒന്നാണ്. ഒപ്പം തന്നെ അവർ പറയുന്നത് റഷ്യയിൽ നിന്നും അവരുടെ ഒരു പിന്മാറ്റമാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വലിയൊരു കസ്റ്റമർ ബേസിനെ അവർക്ക് നഷ്ടപ്പെട്ടു. അത് പരാജയത്തിൻ്റെ റീസൺ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത് ആസ് എ കസ്റ്റമർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അവരുടെ കോണ്ടന്റ് വേർത്തല്ല, അവരുടെ പ്രൈസ് വേർത്തല്ല. റൈറ്റ്. പ്രൈസിനനുസരിച്ചുള്ളൊരു കോണ്ടന്റ് അല്ല അവർ കൊടുക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ, ഇന്ത്യ പോലൊരു രാജ്യത്ത്, കാരണം ഒരുപാട് സംസ്കാരങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സോ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് വളരെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് കൂടിയാണ്. കാരണം ആൾക്കാർ കൂടുതലായിട്ടും മാക്സിമം ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു തരം ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ഇവിടെ കൂടുതലായിട്ടും ഞാൻ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് പറയുന്നത്, കൂടുതലായിട്ടും റീജിയണൽ ലാംഗ്വേജസിലുള്ള പ്രോഗ്രാംസ് ആണ് ആൾക്കാർ പലപ്പോഴും നോർത്തൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലും മറാഠിയിലും ഒക്കെ ഉള്ള ലാംഗ്വേജസിലുള്ള പ്രോഗ്രാംസാണ് ആൾക്കാർ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ നെറ്റ്ഫ്ലിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീജിയണൽ ലാംഗ്വേജസുള്ള പ്രോഗ്രാംസ് വളരെ കുറവാണ്. പക്ഷേ ഈ ആമസോൺ പ്രൈമിലും മറ്റും റീജിയണൽ ലാംഗ്വേജസ് അവർ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. സോ അത് ഈ ആൾക്കാർ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസിലൊന്നാണ്, റീജിയണൽ ലാംഗ്വേജസിലുള്ള കോണ്ടന്റുകൾ ഇല്ല എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഭീമമായിട്ടുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റിന് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റിൻ്റെ ക്വാണ്ടിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ പതിയെ പിന്മാറും. അതായത് മോശം പ്രോഡക്റ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കാലം ആൾക്കാരത് യൂസ് ചെയ്യും, പിന്നീട് ആൾക്കാരത് വാങ്ങത്തില്ല. ആ ഒരു കാര്യം മറക്കാതിരിക്കുക. പലപ്പോഴും പല സർവീസുകളും അങ്ങനെയാണല്ലോ, വലിയ രീതിയിൽ അവർ കൊട്ടി ആഘോഷിച്ച് ഈ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ലോഞ്ച് ചെയ്യും.
അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ബിസിനസ് കൺസൾട്ടൻസിയിലൊക്കെ പൊതുവായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഇത്ര മണിക്കൂർ സെഷന് വലിയൊരു ഹ്യൂജ് എമൗണ്ട് വരും, അവർക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് കൊടുക്കുന്ന ഡെലിവറി ചെയ്യുന്ന ഒരു കാര്യം വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വളരെ പ്രൊഫഷണലായിട്ട് ഡെലിവർ ചെയ്യും, അതിനകത്തൊന്നും ഉണ്ടാവില്ല. അത്തരത്തിൽ കോണ്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അധികകാലം ഒന്നും മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അത് ഏത് മേഖലയിലാണെങ്കിലും ശരി, അത് ഈ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് രണ്ടാമത്തെ പാഠം, എപ്പോഴും കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിങ് എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടായിരിക്കണം ഒരു കോമ്പറ്റീറ്റീവ് കൈൻഡ് ഓഫ് പ്രൈസിങ്. ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു പ്രീമിയം പ്രൈസിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ, ഈ എൻ്റർടൈൻമെൻറ്റ് മേഖല എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ ഒരു മേഖലയാണ്. അവിടെ നമ്മൾ അത്തരത്തിലൊരു പ്രൈസിങ് സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രീമിയം ബേസ്ഡ് പ്രൈസിങ് സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ, ഇപ്പോൾ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർ പ്രൈസ് കട്ടിങ്ങിന് ഏറ്റവും ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കട്ട് ചെയ്യാം, അതായത് നെറ്റ്ഫ്ലിക്സ് നമുക്ക് കട്ട് ചെയ്യാം, അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചുരുക്കിക്കൊണ്ട് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൈസ് വലിയൊരു ഘടകമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലൊരു മാർക്കറ്റിൽ നിങ്ങൾ പ്രൈസിങ് സ്ട്രാറ്റജി എടുക്കേണ്ടത് കോമ്പറ്റീറ്റേഴ്സ് എന്താണോ എടുക്കുന്നത് ഏകദേശം അതിനനുസരിച്ചുള്ള പ്രൈസിങ് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനം നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു പാസ്റ്റ് പോലെ വലിയ രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിട്ട് ഉയരാനായിട്ട് കഴിയട്ടെ. ഉയരുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുക, ഒരു ഡൗൺഫാൾ ഉണ്ടാകും. ആ ഡൗൺഫാളിനെ തടുക്കുന്നതിനായിട്ടുള്ള സ്ട്രാറ്റജി കൂടി നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.